ഹായ്. കേരളം ഒഴിച്ച് മറ്റുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ പോപ്പുലറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എണ്ണക്കത്രിക്ക. അപ്പോൾ എണ്ണക്കത്രിക്കയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാളാണ്. ബ്രിഞ്ചാൾ ആർക്കും അത്രയ്ക്ക് ഇഷ്ടമല്ല അല്ലേ? സത്യത്തിൽ ബ്രിഞ്ചാളെന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ വെജിറ്റബിൾസും നല്ല തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്ന ആ ഒരു പ്രിപ്പറേഷൻ നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റെസിപ്പിയോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചില ആൾക്കാർ ഇതുപോലെ തന്നെയല്ലേ, സമൂഹത്തിലെല്ലാവരും ഒറ്റപ്പെടുത്തും, ആരെയും ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനൊന്നും അവർക്ക് അറിയില്ല. പക്ഷേ നമ്മൾ കൂടുതൽ ഇടപഴകി കഴിയുമ്പോൾ അറിയാൻ പറ്റും ഏറ്റവും ക്വാളിറ്റി ഉള്ളവർ അവർ തന്നെയാണെന്ന്. അപ്പോൾ ഈ സിമ്പിൾ വെജിറ്റബിൾ വെച്ച് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടണം എണ്ണ കത്രിക്ക റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. എപ്പോഴും പറയണ പോലെ അത്ര ഈസി ഒന്നുമല്ല ഇതിൻ്റെ പ്രിപ്പറേഷൻ, എന്നാലും സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ചൂടായ നല്ലെണ്ണയിലേക്ക് കുറച്ച് മുഴുവൻ മല്ലി, ജീരകം, പെരുംജീരകം, വറ്റൽമുളക്, തേങ്ങ, പോപ്പി സീഡ്സ്, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് അതൊരു പകുതി വേവാവണ വരെ വേവിച്ച് ആറിക്കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. ചുവന്നുള്ളി, വെളുത്തുള്ളി ഇത് രണ്ടും അരിഞ്ഞ് വയ്ക്കുക. ചെറിയ ടൈപ്പുള്ള നീല വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതുപോലെ നാലായിട്ട് ഒരു സൈഡ് മാത്രം കീറി വെള്ളത്തിലിട്ട് വയ്ക്കുക. വീണ്ടും കുറച്ച് നല്ലെണ്ണ ചൂടാക്കുക. അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വച്ചേക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുറിച്ച് വെച്ച ആ വഴുതനങ്ങ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ മസാല ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വരെ മൂപ്പിച്ചെടുത്താൽ ഗ്രേവിക്കും അതേപോലെ ഒരു ഡാർക്ക് കളർ കിട്ടും. പക്ഷെ ഞാൻ അത്രയും അധികം മൂപ്പിച്ചില്ല, കാരണം ഈ ബ്രിഞ്ചാൾ അത് പൊട്ടിപ്പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വച്ചേക്കുന്ന ആ മിക്സ്, ആവശ്യത്തിനുള്ള പുളിവെള്ളം, വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ട് അടച്ച് വേവിക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇതുപോലെ തിക്കായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു കറിയുടെ പല പല വെറൈറ്റീസും നമുക്ക് സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് വരെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്തായാലും ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇതുവരെയായിട്ട് ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മൾ അറിയണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.